പീഡനക്കേസിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ഐക്യരാഷ്ട്രസഭ. പീഡനക്കേസ് പ്രതികളെ പിന്തുണച്ച ബി.ജെ.പി. മന്ത്രിമാർ രാജിവെച്ചത് സഖ്യത്തെ ബാധിക്കില്ലെന്ന് PDP അറിയിച്ചു. ഉന്നാവോ പീഡനക്കേസിൽ CBI അറസ്റ്റ് ചെയ്ത ഉത്തർപ്രദേശ് MLA കുൽദീപ് സെൻഗാറിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഇന്ന് സ്പെഷ്യൽ എഡിഷൻ നമ്മോടൊപ്പമുള്ളത് ശ്രീ R.V. ബാബു, ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്, ശ്രീ രാഹുൽ ഈശ്വർ, നിരീക്ഷകൻ, ശ്രീ ഗോപാൽ മേനോൻ, ചലച്ചിത്ര പ്രവർത്തകൻ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ശ്രീ G. ദേവരാജൻ, ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ R.V. ബാബു, നോക്കൂ, ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞിരിക്കുന്നു ഈ കൊലപാതകം അത്യന്തം പൈശാചികമാണ് എന്ന്. ഇതിലെ പ്രതികളെ മുഖം നോക്കാതെ നടപടിയെടുത്ത് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന്. അത്രമേൽ വലിയ ശ്രദ്ധയാകർഷിക്കുകയും രാജ്യത്തിനാകെ വലിയ അപമാനമുണ്ടാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു ഈ സംഭവം. എന്നിട്ടും രാജ്യം ഭരിക്കുന്ന പാർട്ടി അതിലെ പ്രതികളോട് അനുഭാവ സമീപനം സ്വീകരിക്കുകയും അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച നേതാക്കളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലയെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഈ സംഭവം ഇന്ത്യയിൽ മാത്രമല്ല മുഴുവൻ ലോകത്തും ഞെട്ടിപ്പിച്ചൊരു സംഭവം തന്നെയാണ്. അതിലാർക്കും ഒരു സംശയമില്ല. അത്യന്തം നിഷ്ഠൂരമായിട്ടുള്ളൊരു സംഭവം എന്ന നിലയ്ക്ക് തന്നെയാണ് സമസ്ത ജനങ്ങളും ഈ വിഷയത്തെ കാണുന്നത്. ഇതേപോലെ തന്നെ ഒട്ടനവധി സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്, ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബീഹാറിൽ 6 വയസ്സുകാരിയായിട്ടുള്ളൊരു കുട്ടിയെ ഇതേപോലെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആസാമിൽ ദീസ്പൂരിൽ ഒരു 10 വയസ്സുകാരി കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പച്ചയ്ക്ക് കത്തിച്ചു കളയുകയും ചെയ്തു. എന്തിന് നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്തായിരുന്നു? ഈ കഴിഞ്ഞ വർഷം 3088 പീഡനങ്ങൾ സ്ത്രീകൾക്കെതിരെ നടന്നുവെന്നും അതിനകത്ത് 1100ഓളം പീഡനങ്ങൾ കൊച്ചുകുട്ടികൾക്കെതിരെ നടന്ന പീഡനങ്ങളാണ് എന്നാണ്. കൊല്ലത്ത് നമ്മൾ കണ്ടതല്ലേ 10 വയസ്സുകാരി. ഇതേപോലെ കേരളത്തിൽ, ഇന്ത്യയിൽ മുഴുവൻ ലോകത്തും ഇതുപോലുള്ള നിഷ്ഠൂരമായിട്ടുള്ള സംഭവങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ലോകത്ത് മനസാക്ഷിയുള്ളവരെ മുഴുവൻ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഈ വിഷയത്തിൽ മറ്റ് സംഭവങ്ങൾക്കില്ലാത്ത ഒരു പ്രാധാന്യവും മറ്റ് ഒരു ചർച്ചയും വിവാദവും ഒക്കെ ഉയർന്നു വന്നു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഈ വിഷയത്തിൽ ഫ്രെയിം ചെയ്യപ്പെട്ട പ്രതികളെ സംബന്ധിച്ച് അവർ യഥാർത്ഥ പ്രതികളാണോ എന്നതിനെ സംബന്ധിച്ച് ജമ്മു മേഖലയിൽ വ്യാപകമായിട്ടുള്ള പരാതികളുണ്ടായി. ഇത് ഈ കുട്ടിയെ പീഡിപ്പിച്ച, ആ കുട്ടിയെ ഇത്ര നിഷ്ഠൂരമായിട്ട് പീഡിപ്പിച്ച ആളുകൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അതിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം, അതിൽ യാതൊരു സംശയവും വേണ്ട. അത്തരം അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ അവിടെയുള്ള പല സംഘടനകൾക്ക്, ആ സംഘടനകളെന്ന് പറഞ്ഞാൽ സംഘപരിവാർ സംഘടനകളാണ് എന്ന് മാത്രം നിങ്ങൾ കരുതരുത്. ഇപ്പോൾ ഹിന്ദു ഏകതാ മഞ്ച് എന്നുള്ളൊരു പേര് ഉയർത്തിക്കൊണ്ട് അതെല്ലാം സംഘപരിവാർ സംഘടനയാണ് എന്നുള്ള നിലയ്ക്കുള്ള വ്യാപകമായിട്ടുള്ള അത് പറയുന്ന സമയത്ത് നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ അതിനകത്തുണ്ട്. നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എന്താ കാരണം? നാഷണൽ കോൺഫറൻസിൻ്റെ ഹീരാനഗർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ശാന്തി സ്വരൂപിനെ സസ്പെൻഡ് ചെയ്തു. എൻ്റെ കാരണം ഈ ജമ്മു മേഖലയിൽ ഈ തരത്തിലുള്ള ഈ സംഭവത്തിൽ നിരപരാധികളെ വേട്ടയാടുന്ന തരത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പോയി. ഇൻട്രോഗേഷൻ്റെ പേരിൽ നിരപരാധികളെ ക്രൂരമായി വേട്ടയാടി. അത്തരത്തിലുള്ള നിരവധി പരാതികൾ. അത് ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, ഗുലാം നബി ആസാദിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള BS ലാത്തിയ. അപ്പോൾ ബാർ അസോസിയേഷനിൽ അദ്ദേഹം മാത്രമല്ല, ആ ബാർ അസോസിയേഷനിൽ വിവിധ മതവിഭാഗക്കാരുണ്ട്, വിവിധ രാഷ്ട്രീയക്കാരുണ്ട്. അവരെല്ലാം ഒരുമിച്ച് ചെന്നിട്ട് പറഞ്ഞു, ഈ അന്വേഷണം ശരിയല്ല, യഥാർത്ഥ പ്രതികൾ വരണം, യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. ഈ പറയുന്ന കുട്ടിയെ, ആ കുട്ടിയുടെ പേര് പറയാൻ പാടില്ല, ഈ പറയുന്ന കുട്ടിയെ പീഡിപ്പിച്ച, നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ മനുഷ്യ മനസാക്ഷിക്കും ലോകത്തിൻ്റെ മനസാക്ഷിക്കും മുഴുവൻ അത്യന്തം ക്രൂരമായിട്ട് മാത്രം കാണാൻ കഴിയുന്ന ഇതിന് യഥാർത്ഥ പ്രതികൾ രംഗത്ത് വരണം. ഇവിടെ യഥാർത്ഥമല്ലാത്ത പ്രതികളെ പിടിക്കുന്നു ആരോപിച്ചുകൊണ്ട് ആ മേഖലയിലാകെ വലിയ തോതിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നു എന്നാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്. ശ്രീ R.V. ബാബു, ആ നാട് ഭരിക്കുന്നത് നിങ്ങൾ കൂടി പങ്കാളിത്തം വഹിക്കുന്ന ഒരു സർക്കാരാണ്. ഈ അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്. ആ അന്വേഷണത്തിന് പരമമായ മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. അങ്ങനെ നോക്കൂ, ഇപ്പോൾ അവിടെ തന്നെ ആ ടീമിൽ തന്നെ ചില ഇതര മതവിഭാഗക്കാരുണ്ട് എന്നതുപോലും ഈ പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ ഒരു പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. കോടതി മേൽനോട്ടം വഹിക്കുന്നതാണ്. നിങ്ങളുടെ സർക്കാരിന് കീഴിലുള്ള പോലീസാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തെരുവിൽ പ്രകടനം നടത്തുകയാണ് ഈ പ്രതികളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇവിടെ നിങ്ങളുടെ സർക്കാരാണോ ഞങ്ങളുടെ സർക്കാരാണോ എന്നുള്ളതൊക്കെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ CPM ഭരണമാണ് നടക്കുന്നത്.
CPM ഭരണത്തിൻ്റെ പല സന്ദർഭങ്ങളിലും CPI അവരുടെ പ്രതിഷേധങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ശക്തമായിട്ടുള്ള വിയോജിപ്പുകളും പരസ്യമായി പ്രകടിപ്പിക്കുകയും പരസ്യമായി തമ്മിൽ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതേപോലെ മെഹബൂബ മുഫ്തിയുടെ ഭരണത്തിന് കീഴിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മെഹബൂബ മുഫ്തിയാണ് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മെഹബൂബ മുഫ്തി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രൈംബ്രാഞ്ച് സംഘം, ആ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ അന്വേഷണ തലവൻ എന്ന് പറയുന്നത് ഇർഫാൻ വാണി എന്ന് പറയുന്ന ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കളങ്കിതനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ആ സംഘത്തിന്റെ തലവനോ, ഈ ചാർജ് ഷീറ്റ് ഉണ്ടാക്കിയ സംഘത്തിന്റെ തലവൻ ഇർഫാൻ വാണി എന്ന ആളാണോ? അദ്ദേഹം ആ സംഘത്തിലുണ്ട് എന്നതേ ഉള്ളൂ. അദ്ദേഹം കളങ്കിതനാണ് എന്നതുകൊണ്ട് ഈ സംഘത്തിന്റെ മുഴുവൻ ഫൈൻഡിങ്ങിനെയും തള്ളിക്കളയുകയാണ് താങ്കൾ. അല്ല, ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. അദ്ദേഹം തലവനാണോ ഇരിക്കട്ടെ, ഞാൻ താങ്കൾക്ക് വ്യക്തതയോടെ പറഞ്ഞു തരാം. സീനിയർ സൂപ്രണ്ടായ രമേഷ് കുമാർ ജെല്ല എന്ന പണ്ഡിറ്റ് സമുദായത്തിലെ പ്രധാനിയായ ഒരാളാണ് ആ സംഘത്തിന്റെ തലവൻ. ഇർഫാൻ വാനിയാണ് ആ സംഘത്തിന്റെ തലവൻ എന്ന് പറഞ്ഞ് താങ്കൾ റോങ് മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കരുത്. 5 പേരിൽ ബാക്കി 4 പേരും നിഷാദെ 5 പേരിൽ ബാക്കി 4 പേരും കാശ്മീരിൽ നിന്നുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. കാശ്മീരിൽ നിന്നുള്ള മുസ്ലിം സമുദായപ്പെട്ട കോടതി മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ചാടിക്കളിക്കല്ലേ. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഡേ 1 അവിടുത്തെ ഈ ക്രൈംബ്രാഞ്ചിന് ചില പ്രത്യേക ഹിഡൻ അജണ്ടകളോടുകൂടിയിട്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നും ഇതിനകത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ക്രൈംബ്രാഞ്ച് നടത്തുന്നുവെന്നും ചാർജ് ഷീറ്റ് കൊടുത്ത സമയത്താണല്ലോ വലിയ വിസ്ഫോടനാത്മകമായ സംഭവം ഉണ്ടായത്. ആ ചാർജ് ഷീറ്റ് ജമ്മുവിലെ ജനങ്ങളെ വിഭജിക്കുന്ന തരത്തിലുള്ളതാണെന്നും ഈ മതവിദ്വേഷവും വംശീയവിദ്വേഷവും ഈ ക്രൈംബ്രാഞ്ചിന്റെ സൃഷ്ടിയാണെന്നും വളരെ വ്യാപകമായിട്ടുള്ള ആരോപണം അവിടുത്തെ പൊതുസമൂഹത്തിനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, BJPക്ക് മാത്രമാണോ? ജമ്മു കാശ്മീർ പ്രാന്തേഷ് പാർട്ടി എന്താ, അത് BJPയുടെ കൂടെയാണോ? സംഘപരിവാർ സംഘടനയാണോ? അവരാവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ അന്വേഷണം തെറ്റാണ് എന്ന്. കോൺഗ്രസിന്റെ നേതാവ് ഈ അന്വേഷണം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഗിർ എന്ന് പറയുന്ന ആളല്ലേ കോൺഗ്രസിന്റെ അവിടുത്തെ MA ഗിർന്നോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല. MA ഗിർ എന്ന് പറഞ്ഞിട്ടാണെന്നാണ് ഞാൻ വായിച്ചത്. അദ്ദേഹം കോൺഗ്രസിന്റെ ചീഫാണല്ലോ ജമ്മു കാശ്മീരിന്റെ. അദ്ദേഹം ഈ അന്വേഷണത്തെ എതിർത്തതായിട്ട് പത്രങ്ങളിൽ വാർത്ത വന്നല്ലോ. അപ്പോൾ ഇത്തരം ഈ അന്വേഷണത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അത് ഏതൊരു കൃത്യമായിട്ടുള്ള അന്വേഷണമല്ലെന്നും ചിലരെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാണെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ആരോപണം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അല്ലാതെ ഈ കുട്ടിയുടെ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് എന്തുകൊണ്ടാണ് RV ബാബുവിന് ഇങ്ങനെ ഒരു വിശദീകരണം നൽകി രക്ഷപ്പെട്ടു നിൽക്കാൻ കഴിയുന്നത് എന്നത് ആ പ്രതിഷേധത്തിനകത്ത് ചില കോൺഗ്രസുകാർ കൂടി ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ ഗുലാം നബി ആസാദിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റായിരുന്ന ആൾ കൂടി അതിലെ പ്രധാനിയായിരുന്നു ഇവിടെ ബാർ അസോസിയേഷനിൽ എന്നൊക്കെ പറഞ്ഞവർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പരിപൂർണമായും വർഗീയതയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിഷേധത്തിൽ കോൺഗ്രസുകാർ കൂടി പങ്കാളികളായിരുന്നു എന്നത് BJPക്ക് ഇപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു പഴുതാണ്. അല്ല, RV ബാബുവും അതുപോലെ തന്നെ BJPയുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ 5-6 മന്ത്രിമാരും ഒക്കെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ കേസിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമോ? ഇതിനകത്ത് സത്യത്തിൽ യഥാർത്ഥ വിഷയത്തെ വക്രീകരിച്ച് ചർച്ചകളിലൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഞെട്ടലാണ് തോന്നുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ക്രൂരതയും അടിച്ചമർത്തലും വംശഹത്യയും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? നമ്മളൊന്ന് ആലോചിച്ച്, ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമുള്ള ദിനപത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ കേൾക്കാത്ത തരത്തിൽ ഒരു സമുദായത്തിന്റെ അംഗങ്ങളെ ആ പ്രദേശത്ത് നിന്നും ആട്ടി ഓടിക്കുന്നതിന് വേണ്ടി ക്രൂരമായി അവിടുത്തെ കുഞ്ഞുങ്ങളെ അടക്കം പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ വേറെ തരത്തിൽ പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്താ കാര്യമുള്ളത്? കോൺഗ്രസിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാരും കോൺഗ്രസിന്റെ കൊടിയും അതുപോലെ തന്നെ ദേശീയ പതാകയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പ്രതികളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നവരാരും കോൺഗ്രസിനകത്തില്ല. കോൺഗ്രസ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകളെ അംഗീകരിക്കുകയുമില്ല. ഇവിടെ എന്താ സംഭവം? ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട്, അല്ല ഞാനൊന്ന് പറയട്ടെ, ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു വന്ന 2 മന്ത്രിമാരാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഇപ്പൊ ഏകതാ മഞ്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം നൽകി ആ സംഘടനയുടെ നേതൃത്വത്തില്
ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് കൊണ്ടല്ലേ ഉന്നാവയും അതുപോലെ കട്വയും ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറിക്ക് പോലും ഇതിനകത്ത് ശക്തമായി അപലപിക്കേണ്ട ഒരു അവസ്ഥ വന്നത്? ഉന്നാവയിൽ എന്താ സംഭവിച്ചത്? ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തൊരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിലൂടെ എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പ്രതിഷേധം അല്ലെങ്കിൽ ഒന്ന് പ്രതികരിച്ചപ്പോ കട്വ അല്ലെങ്കിൽ ഉന്നാവ എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളുടെ പേര് അദ്ദേഹത്തിനൊന്ന് പറയാൻ കഴിഞ്ഞോ? എന്തുകൊണ്ട് പറയുന്നില്ല? ഈ വിഷയത്തില് BJPയുടെ നേതാക്കന്മാര് മീനാക്ഷി ലേഖിയെ പോലെയുള്ളവര്, സ്മൃതി ഇറാനിയെ പോലെയുള്ളവർ എടുത്തിരിക്കുന്ന നിലപാടെന്താ? ഒന്നും വേണ്ട. ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രസ്താവനയുണ്ടല്ലോ, BJPയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി പറയുകയാണ് 2019 ഇവിടെ നടക്കാൻ പോകുന്നത് മുസ്ലിങ്ങളും ഇസ്ലാമും ഭഗവാനും തമ്മിലുള്ള യുദ്ധമായിരിക്കുമെന്ന് പറയുന്ന രീതിയിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും കാണുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഈ പ്രത്യേക സംഘത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതിനകത്ത് മുസ്ലിം പേരുകാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അവിടെ അഡ്വക്കേറ്റ് ദീപിക എന്ന് പറയുന്ന ദീപിക സിംഗ് രജാവത്ത് എന്ന് പറയുന്ന ഒരു അഭിഭാഷക, അവരിന്ന് വധഭീഷണിയിലാണ് അവിടെ. അപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ BJP നേതൃത്വവും അതുപോലെ തന്നെ ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പ്രതിക്കൂട്ടിലാണ്. അത് ആരുടെയെങ്കിലും തലയിൽ വെച്ചൊഴിയാൻ നിങ്ങൾക്ക് കഴിയില്ല. രാജ്യത്തിന് അപമാനകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട് അതിനെ ന്യായീകരിക്കുന്ന നേതാക്കന്മാർ ഇത് കേൾക്കൂ. താങ്കൾ തന്നെ പറഞ്ഞു, കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി രാജ്യത്ത് പലയിടത്തും ഇത്തരം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. ഈ രാജ്യം ഭരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഏറ്റവും പ്രസക്തമാകുന്നത് അപ്പോഴാണ്. 2013 ഡൽഹിയിൽ സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് നരേന്ദ്രമോദി പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നമ്മുടെ ഡൽഹിയിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കണം, അതിനുശേഷം മാത്രമേ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് വളരെ വ്യക്തതയോടെ പ്രസംഗിച്ച പ്രധാനമന്ത്രിയുടെ രാജ്യത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത് ഓർക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ നാഷണൽ കോൺഫറൻസ് പുറത്താക്കിയ ഒരാളെ എന്ന്. നിങ്ങൾ എന്തു ചെയ്തു? നിങ്ങൾ ഇത്ര ദിവസമായിട്ടും ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് മുസ്ലിങ്ങളുടെ മുഖത്തടി കിട്ടിയാൽ അവർ ഒരുമിക്കുമെന്നും നമ്മൾ ഹിന്ദുക്കൾ അതുകൊണ്ട് ഒരുമിക്കുമെന്നും ആഹ്വാനം ചെയ്ത, പൂർണ്ണമായ വർഗീയത പ്രസംഗിച്ച, അന്വേഷണ സംഘത്തിലുള്ളത് മുസ്ലിങ്ങളായതുകൊണ്ട് ഹിന്ദുക്കൾക്ക് നീതി കിട്ടില്ല എന്ന ആളുകളെ വിഭജിപ്പിക്കുന്ന നിലപാടെടുത്ത രണ്ട് മന്ത്രിമാർക്കെതിരെ സംഘടനാ തലത്തിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇന്ന് അവരുടെ രാജി ക്യാബിനറ്റിന് കൈമാറുമെന്നാണ്, മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. എന്നിട്ടെന്താണ് ആ മന്ത്രിമാർ ചെയ്തത്? പ്രശ്നം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന നിലനിൽക്കാത്ത ന്യായീകരണമാണ് BJP ഇന്ന് സ്വീകരിച്ചത്. അല്ല, ഈ കാര്യത്തിൽ BJP എന്ത് നിലപാടെടുക്കണമോ അതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. ഞാൻ BJPയുടെ ഒരു ഔദ്യോഗിക ഭാരവാഹിയുമല്ല. എന്നെ സംബന്ധിച്ച് അവിടുത്തെ ഹിന്ദു സമൂഹത്തിനെ സംബന്ധിച്ചുള്ള കൺസേൺ എനിക്കുണ്ട്. അവിടുത്തെ ഹിന്ദു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾ, ഈ വിഷയത്തിൽ വർഗീയമായിട്ട് ഹിന്ദു സമൂഹത്തെ കരിവാരിത്തേക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മെഹബൂബ മുഫ്തി രൂപീകരിച്ച ആ ഒരു സംഘം, അന്വേഷണ സംഘം ഹിന്ദു സമൂഹത്തെയും അവിടുത്തെ മുസ്ലിം സമൂഹത്തെയും വിഭജിക്കുക എന്നുള്ള വർഗീയ വിദ്വേഷം, മതവിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് നിങ്ങൾ ആരോടാണ് ശ്രീ ആർ വി ബാബു ഇത് പറയുന്നത്? BJP കൂടി പങ്കാളിത്തം വഹിക്കുന്ന ഒരു സർക്കാരിനകത്ത് നിന്നുകൊണ്ട് ഹിന്ദു സമൂഹത്തെയും BJP നേതാക്കളെയും ഒക്കെ അപകടത്തിൽപ്പെടുത്തുന്ന തീരുമാനമെടുത്ത് നിർബാധം അവർ മുന്നോട്ട് പോവുകയാണെന്നോ? എന്നിട്ട് രണ്ട് മന്ത്രിമാർ ആ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ തെരുവിലിറങ്ങിയെന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ, പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞല്ലോ. പിണറായി വിജയന്റെ ഗവൺമെന്റ് കീഴിൽ എവിടെയാണ് അത്തരം ഒരു സംഭവം ഉണ്ടായത്? പിണറായി വിജയന്റെ ഗവൺമെന്റ് കീഴിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി CPI-ക്കാർ തെരുവിലിറങ്ങിയിട്ടുണ്ടോ? പ്രതികൾക്ക് വേണ്ടി എവിടെ തെരുവിലിറങ്ങിയെന്ന്? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് മാവോയിസ്റ്റുകളെ കൊന്നല്ലോ. മാവോയിസ്റ്റുകളെ കൊന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെയും CPI-യുടെയും അഭിപ്രായം ഒന്നും തന്നെയായിരുന്നോ? അല്ല, ആ കാര്യത്തിൽ അവർ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യമല്ലല്ലോ, അത്തരം ഒരു സാഹചര്യമല്ലല്ലോ ഇത്. താങ്കൾ അതിനെ പൊതുവൽക്കരിക്കാൻ ശ്രമിക്കരുത്. അവിടെ ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച കേസിൽ 2 മാസം നീണ്ട അന്വേഷണം നടത്തി അവിടെ രമേഷ് കുമാർ ജല്ല എന്ന പണ്ഡിറ്റ് സമുദായ അംഗമായ ഉദ്യോഗസ്ഥൻ ഒരു ചാർജ് ഷീറ്റ് നൽകുന്നു. ആ ചാർജ് ഷീറ്റ് നൽകിയപ്പോൾ അന്വേഷണ സംഘത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് 2 BJP മന്ത്രിമാർ. അവർക്കെതിരെ ഒരു നടപടി ഇപ്പോഴും എടുത്തിട്ടില്ല സംഘപരിവാർ എന്നതോർക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. അതിനുശേഷം കേരളത്തിൽ പോലും RSS പ്രവർത്തകർ വർഗീയ വിഷം ചീറ്റുന്ന ഭീതിതമായ കമന്റുകൾ ഇട്ടു. സ്ഥാപനം അവരെ പുറത്താക്കുന്നു. സംസ്ഥാനത്തെ പോലീസ് അവർക്കെതിരെ കേസെടുക്കുന്നു.
ഒരു നടപടിയും സംഘപരിവാർ സ്വീകരിച്ചിട്ടില്ല. RSSന്റെ പ്രവർത്തകനാണ് അയാൾ എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ ഈ കേസിലെ പ്രതികളോട് നിങ്ങളുടെ പൊതുവായ സമീപനം ഇതാണ്. അല്ല, ഈ വിഷയത്തിൽ ആ കേസിലെ പ്രതികൾ അവിടെ ഞാനതാണല്ലോ തുടക്കം മുതൽ പറഞ്ഞേ, നിങ്ങൾ പ്രതികളാണ് എന്ന്, റേപ്പിസ്റ്റ് ആണ് എന്ന് ആരോപിക്കപ്പെടുന്നവർ യഥാർത്ഥ റേപ്പിസ്റ്റുകളല്ലെന്നുള്ള വാദമാണ് അവിടെ ഉയർന്നു വരുന്നത്. നിങ്ങൾ പ്രതികൾ കുറേ പേരെ നിങ്ങൾ ചേർന്ന് പ്രതികളാക്കുന്നു. അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘം എന്ന് പറയുന്ന കാശ്മീരിൽ നിന്നുള്ള 4 അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ചില പ്രത്യേക അജണ്ടയുണ്ട് എന്ന് അവിടുത്തെ ഏകതാ മഞ്ചിന്റെ ആൾക്കാർ മാത്രമല്ല. ഞാൻ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന BJP പങ്കാളിത്തമുള്ള സർക്കാരിന് കീഴിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഏകതാ മഞ്ചും BJPയുടെ 2 മന്ത്രിമാരും അല്ലല്ലോ തീരുമാനിക്കേണ്ടത് ആരാവണം പ്രതികൾ. ഈ അന്വേഷണത്തിൽ വർഗീയത ഉണ്ടോ എന്ന് തീരുമാനിക്കാൻ അവർക്ക് ആർ അധികാരം കൊടുത്തു? ഹൈക്കോടതിയാണ് ഈ കേസിന് നേതൃത്വം കൊടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ തെരുവിലിറങ്ങി വർഗീയത പ്രസംഗിക്കുക, ചാർജ് ഷീറ്റ് തടയുക പോലുള്ള സമീപനം സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുന്നവരെ പ്രതികളാക്കിയാൽ മതി. അല്ലാതെ ഹൈക്കോടതിയെയും ഞങ്ങൾ വകവെക്കില്ല, അല്ലാതെ ക്രൈംബ്രാഞ്ചിനെയും ഞങ്ങൾ വകവെക്കില്ല എന്ന സമീപനമാണ്. എന്നിട്ട് ആ മന്ത്രിമാരെ പരിപൂർണമായും സംരക്ഷിക്കുന്ന നിലയെടുത്ത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കുള്ള നീതിയെ ഒറ്റുകൊടുക്കുകയാണ് BJP സർക്കാർ, സംഘപരിവാരം. അല്ല, ഇവിടെ ഞാൻ തുടക്കം മുതൽ പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ടല്ലോ. ഇവിടെ ഈ പറയുന്ന ജമ്മുവിൽ നിങ്ങൾ ഈ പറയുന്ന BJPയുടെ 2 മന്ത്രിമാർ മാത്രമല്ലല്ലോ. ഞാൻ പറയുന്നത് BS ലാത്തി ആരാണ്, റോമി ശർമ്മ ആരാണ്, പങ്കജ് ശർമ്മ ആരാണ്, അനിൽകാന്ത് ആരാണ്? ഇതൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവരുടെ പേരുകൾ നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസമല്ലേ അവരുടെ പേരൊക്കെ പുറത്തുവിട്ടത്. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ഈ കാര്യത്തിൽ എത്ര ആളുകൾ, കോൺഗ്രസ് നേതാക്കന്മാർ ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏകതാ മഞ്ചിന്റെ കൂടെ സമരം ചെയ്തിട്ടുണ്ട്, ബാർ അസോസിയേഷന്റെ കൂടെ സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ നാഷണൽ കോൺഫറൻസിന്റെ ആൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞു. അവിടെ നാഷണൽ കോൺഫറൻസിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കന്മാരടക്കം തുടക്കം മുതൽ ഈ സമരത്തിലുണ്ടായിരുന്നു. കാരണം എന്താണ്? മറ്റെങ്ങും കാണാത്ത രീതിയിൽ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ആദ്യം അഡ്മിറ്റ് ചെയ്യൂ. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന കത്വയിൽ മാത്രമല്ലല്ലോ ബലാത്സംഗം നടന്നത്. കത്വയിൽ മാത്രമല്ലോ. നിങ്ങൾക്ക് എന്താ 6 വയസ്സുകാരിയായിട്ടുള്ള ബീഹാറിലെ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ആവശ്യമില്ലാത്തത്? അവിടെ എന്താ ബലാത്സംഗം ചെയ്ത ആളുടെ മതമാണോ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾക്ക് മൃഗീയമായി പീഡിപ്പിച്ച കേസിലെ പ്രതികൾക്ക് വേണ്ടി BJPയുടെ മന്ത്രിമാർ നേതൃത്വം കൊടുക്കുന്ന തെരുവ് നാടകം നടക്കുന്നു. അതിന് പരിപൂർണമായ പിന്തുണ കൊടുത്തും ദിവസങ്ങളോളം മിണ്ടാതിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഇപ്പോഴും കേന്ദ്രത്തിലെ ഒരു വനിതാ മന്ത്രിയെങ്കിലും വന്നിട്ട് ഇത് മൃഗീയമായ പീഡനമായി പോയി, ഇത് നാടിന് നാണക്കേടാണെന്ന് കർശനമായ സമീപനം സ്വീകരിച്ചിട്ടില്ല. ഈ നാട്ടിൽ, കേരളത്തിൽ വിഷമൊഴുക്കിക്കൊണ്ടിരിക്കുന്നു RSSന്റെ പ്രവർത്തകർ. അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ RSSന്റെ ഒരു നേതാവും തയ്യാറായിട്ടില്ല. നടപടിയെടുക്കാൻ ഒരു RSS നേതൃത്വവും വന്നിട്ടില്ല. കാരണം ഈ കാര്യത്തിൽ വെച്ച് പുലർത്തുന്ന അജണ്ട സുവ്യക്തമാണ് നിങ്ങളുടേത്. ഞാൻ വരാം. ശ്രീ ജി ദേവരാജൻ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടെ UN പോലും പറയുന്നു ഇത് അങ്ങേയറ്റം പൈശാചികമായ സംഭവമാണ്, കർശനമായ നടപടി വേണമെന്ന്. പക്ഷേ പ്രതിഷേധം പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ചെറുമെഴുകുതിരി വട്ടങ്ങളിലും ഒതുങ്ങിപ്പോകുന്നുവെന്ന് തോന്നുന്നു. രാജ്യവ്യാപകമായി അലയടിക്കുന്ന ഒരു ബൃഹത് പ്രതിഷേധം ഉയർന്നു വരുന്നില്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? നിഷാദ്, വലിയ ദുഃഖത്തോടും വേദനയോടും സർവോപരി ആത്മനിന്ദയോടും കൂടിയിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും മെഴുകുതിരി കത്തിക്കാനും അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താനും അതിന് വേണ്ട ആഹ്വാനം നൽകുവാനും ആളുകളെ സംഘടിപ്പിക്കുവാനും മാത്രമേ കഴിയുന്നുള്ളല്ലോ എന്നുള്ളതാണ് ആത്മനിന്ദയ്ക്ക് അടിസ്ഥാനം. കഴിഞ്ഞ 10-15 വർഷക്കാലമായി മലയാള, തമിഴ്, ബംഗാളി, ഇംഗ്ലീഷ്, ഹിന്ദി ചാനലുകളൊക്കെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എന്നാൽ ഈ കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കുള്ളിലെ ചർച്ചകൾക്കിടയിൽ പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പല ചാനലുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പൊതുവായ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആമുഖം പറയുന്നത്. ഈ ഒരു ചർച്ചയിൽ നിങ്ങൾ കുറേ നേരമായിട്ട് നിഷാദും ശ്രീ ബാബുവും തമ്മിൽ ചർച്ച നടക്കുന്ന കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ നാട് നേരിടുന്ന വിഷയങ്ങളൊന്നും കഴിഞ്ഞ 4 വർഷമായി നമ്മുടെ ചാനലുകൾക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല. കർഷകരുടെ ആത്മഹത്യ, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ മേഖലയിലെ കുത്തകവൽക്കരണം, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് പകരം കഴിഞ്ഞ 4 വർഷക്കാലമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് വർഗീയ വിഷയങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ദുഃഖത്തിന് കാരണം.
ഹിന്ദു ആരാണ്, മുസ്ലിം ആരാണ്, യഥാർത്ഥ ഹിന്ദു ആരാണ്, ഈ വിഷയങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകൾ മാറിപ്പോകുന്നു കഴിഞ്ഞ 4 വർഷക്കാലമായി. ഇതിൻ്റെ കാരണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു വിഷയം. ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നുള്ളത് ഇത് ആരാണെന്നുള്ളതിനെ സംബന്ധിച്ചാണല്ലോ ശ്രീ ആർ വി ബാബുവിന് തർക്കമുള്ളത്. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. എന്താണ് ഈ പെൺകുട്ടിയെ ഇപ്രകാരം ക്രൂരമായി, കുട്ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, 8 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഇപ്രകാരം 8 പേർ ചേർന്ന് 8 ദിവസത്തോളം ഇപ്രകാരം മൃഗീയമായി കൊല ചെയ്തതിൻ്റെ കാരണം എന്തായിരുന്നു? ഒരു വിഭാഗം ആളുകളെ ഒരു പ്രദേശത്ത് നിന്ന് ആട്ടി ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അതിന് നേരത്തെ കൂട്ടി നടന്ന ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു സംഭവം. നിങ്ങൾ ആലോചിക്കുക, അഫ്രാസുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ബംഗാളി ചെറുപ്പക്കാരനെ മഴുകൊണ്ട് വെട്ടിക്കൊന്നു പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് വീഡിയോയിലാക്കി പ്രചരിപ്പിച്ച ശംഭുലാൽ ഠേകർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ചിത്രം ഓർക്കുക. ആ ബംഗാളിയായ ആ ചെറുപ്പക്കാരനും ഈ ശംഭുലാലിനും തമ്മിൽ എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടായിരുന്നു? അവർ തമ്മിൽ നേരത്തെ അറിയാവുന്ന ആളുകളായിരുന്നു? ഒന്നുമായിരുന്നില്ല. ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും പശുവിനെ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ, പശുവിൻ്റെ തോലൊഴിക്കുന്നതിൻ്റെ പേരിൽ ഒക്കെ നടക്കുന്നത് ഒരു വ്യക്തിവിരോധവുമല്ല. അവിടെയാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും വ്യക്തമായ ഒരു അജണ്ടയുണ്ട് എന്ന് വരുന്നത്. ഈ അജണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തികട്ടി വരാറുമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ സുരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരു MLA പറഞ്ഞ വാചകം. 2019 തെരഞ്ഞെടുപ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം പോലെയായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമും ഭഗവാനും തമ്മിലുള്ള പോരാട്ടം പോലെയായിരിക്കും എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞൊരു വാചകം, മധ്യപ്രദേശിലെ BJPയുടെ പ്രസിഡന്റ് ചൗഹാൻ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഈ കത്തുവ സംഭവത്തിന് പിന്നിൽ 8 വയസ്സുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെയാണ് ഈ അജണ്ടയുടെ ഭാഗം എന്ന് പറയുന്നത്. ഇത് രാജ്യത്തിൻ്റെ മുഴുവൻ നമുക്കെല്ലാവർക്കും തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ട രീതിയിലേക്ക് മാറ്റി അത്ര ഒരു വലിയ അജണ്ട പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ശ്രീ ഗോപാൽ മേനോൻ. നോക്കൂ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർ വി ബാബു പറയുന്നു ഒരു സംഭവം നിർഭാഗ്യകരമായത് അവിടെ ഉണ്ടാവുന്നു, അതിൻ്റെ പേരിൽ ചില പക്ഷേ വ്യാജ പ്രതികളെ പിടിച്ചത് കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രതികരണമാണ് ഇത് എന്നാണ്. പക്ഷേ ശ്രീ ദേവരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ മുസ്ലിങ്ങളായ കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ നാടോടികളെ അവിടെ നിന്ന് ഓടിക്കുക എന്ന പരിപൂർണമായ വർഗീയ ലക്ഷ്യം അതിനുണ്ടായിരുന്നു. നോക്കൂ, അതിനുശേഷവും അവർക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മൃതദേഹം ഖബറടക്കാൻ കിലോമീറ്ററുകളോളം താണ്ടി അവർക്ക് പോവേണ്ടി വരുന്നു. ഒരു തരത്തിലുള്ള സഹകരണവും അവർക്ക് അവിടെ കിട്ടുന്നില്ല. ആ വീട് അവർക്ക് ഒഴിഞ്ഞു പോവേണ്ടി വരുന്നു. അതായത് അവിടെ താമസിക്കാൻ കഴിയുന്ന നില ആ നാട്ടിൽ എവിടെയുമില്ല. വ്യാജ പ്രതികളെ തേടിയതിന്റെ പേരിൽ മാത്രമാണ് ആ നാട്ടിൽ പ്രതിഷേധമുള്ളത്. അല്ലാതെ അവിടുത്തെ BJPക്കാർക്കോ മറ്റുള്ളവർക്കോ അവിടെ ഒരു തരത്തിലുള്ള വിരോധവും മുസ്ലിം സമൂഹത്തോട് ഇല്ല എന്ന് വെച്ചാൽ ഇപ്പോഴും അവർക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്കവിടെ ഖബറടക്കാൻ കഴിഞ്ഞിട്ടില്ല, സമാധാനമായി തെരുവിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചുള്ളത് ഈ വർഗീയവാദികൾ തന്നെയാണ് എന്നതിൽ തർക്കമില്ല. അത് ഇപ്പോഴത്തെ അവിടുത്തെ സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. നിഷാദ്, 2 വശങ്ങളാണ് അതിലുള്ളത്. ഒന്ന് രാഷ്ട്രീയ അജണ്ടയുണ്ട് സംഘ് പരിവാറിൻ്റെ, 2 ഒരു സാമ്പത്തിക അജണ്ടയുണ്ട്. ഈ ശ്രീ ആർ വി ബാബു കൃത്യമായിട്ട് ഇഷ്യൂ പഠിച്ച് കുറേ പേരുടെ പേരുകൾ പറഞ്ഞു. എന്തുകൊണ്ട് ലാൽ സിംഗ് എന്ന മന്ത്രി അവിടുത്തെ MLAയുടെ കാര്യം പറഞ്ഞില്ല? അദ്ദേഹം നാടോടികൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് 438 കനാൽ ഭൂമിയാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു സാമ്പത്തിക അജണ്ടയാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ ആർ വി ബാബു പറഞ്ഞ പോലെ ഇത് ജാനുവരി 17 ഈ പിഞ്ചു കുഞ്ഞിൻ്റെ കടിച്ചു കീറപ്പെട്ട മൃതദേഹം കാണുന്നത്. ഇത്രയും 3 മാസങ്ങളായിട്ട് ഇത് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ധാർമ്മികമായി ഈ മന്ത്രിസഭ രാജിവെക്കേണ്ടേ? പക്ഷേ ഇതിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആർ വി ബാബു പറഞ്ഞു ബലാത്സംഗം നടക്കുന്നു, ശരിയാണ്. 2016 34,000 കേസുകൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാനിമോൾ ഉസ്ലാം മാഡവും അതുപോലെ തന്നെ ദേവരാജൻ സാറും പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിലൊരു വമ്പൻ അജണ്ടയുണ്ട്. ഇന്ന് അംബേദ്കർ ദിനമാണ്. അംബേദ്കറും ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ കൃത്യമായി എഴുതി വെച്ച മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പരമാവധികാര റിപ്പബ്ലിക് ഉണ്ട്. അതിനെ കൃത്യമായിട്ട് ഒരു ഹിന്ദു രാഷ്ട്ര, ഒരു സവർണ കോർപ്പറേറ്റ് ഹിന്ദു രാഷ്ട്ര ആക്കാനുള്ള ശ്രമമാണ്.
അതേപോലെ തന്നെ അംബേദ്കർ ഒരു ഭരണഘടന രചിച്ചപ്പോൾ നമ്മുടെ ശ്രീ സവർക്കർ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം 6 ഗ്ലോറിയസ് ഇപ്പോക്സ് ടു ഇന്ത്യൻ ഹിസ്റ്ററി 1966 അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പ് മറാഠിയിൽ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ഹിന്ദു ഭരണാധികാരികൾ മുസ്ലിം ഭരണാധികാരികളെ കീഴടക്കുമ്പോൾ അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാത്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബലാത്സംഗത്തിനൊരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ സവർക്കറും അതല്ല ഇത് ഒരു മതേതര സെക്യുലർ സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ അംബേദ്കറും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. നിങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഇപ്പം അടുത്ത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശശി തരൂർ MP പാർലമെന്റിൽ പറഞ്ഞു ഒരു ഭരണഘടന ഭേദഗതി സമിതി ഗോവിന്ദാചാര്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വാട്സപ്പ് വീഡിയോ ഒക്കെ വളരെയധികം പ്രചരിച്ചിരുന്നു. പ്രവീൺ തൊഗാഡിയ ഇപ്പോൾ സംഘ് പരിവാറിനെ കൊല്ലാൻ ശ്രമിക്കുന്ന പുറത്താക്കിയ പ്രവീൺ തൊഗാഡിയ പറയുന്നു ഇതൊരു ഹിന്ദു രാഷ്ട്രമാവും, ഇവിടെ പ്രധാനമന്ത്രി തൊട്ട് അതുപോലെ തന്നെ ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ MP-മാർ മന്ത്രിമാർ എല്ലാവരും ഹിന്ദുക്കൾ മാത്രമേ പാടൂ എന്നതാണ്. അപ്പോൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഗംഭീരമായ ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ഇടതുപക്ഷത്തിനോട് ഞാൻ വിയോജിക്കുന്ന ഒരു കാര്യം, ഫാസിസം എത്തിയിട്ടില്ല. ഇത് തന്നെയാണ് ഫാസിസം. അല്ലെങ്കിൽ ഇത്രയും ഭീകരമായ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. ഒരു അമ്പലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസുകാർ ഇതിൽ തെറ്റുകാരാണ്. മാത്രമല്ല 2 MLA-മാർ പറഞ്ഞ പോലെ തന്നെ പുറത്തിറങ്ങി ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദേശീയ പതാകയും കൂട്ടിക്കെട്ടിക്കൊണ്ട് അവരിത് നടത്തുന്നു. മാത്രമല്ല ഇതല്ലാതെ അറിയാത്തൊരു കാര്യമുണ്ട്. ബാർ കൗൺസിൽ ഒരു ചലാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൈം ബ്രാഞ്ചിൽ ഒരു ചലാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവരെ സമ്മതിച്ചിട്ടില്ല അവിടുത്തെ അഭിഭാഷകർ. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്? പോലീസും അഭിഭാഷകരും ഇവിടുത്തെ മൊത്തം സംവിധാനവും കംപ്ലീറ്റ് ആയിക്കൊണ്ട് ഒരു ന്യൂനപക്ഷ വിരുദ്ധ സ്പെഷ്യലി മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമാക്കി ഒരു രാജ്യമാക്കി മാറ്റാനുള്ളൊരു ഗംഭീരമായ അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. രാഹുൽ ഈശ്വർ, നോക്കൂ, അതൊരു ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന കൊടും പാതകമാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ പ്രധാനികളായ ആളുകൾ തന്നെ പങ്കാളികളായിട്ടുണ്ട് എന്നതും ഓർക്കുക. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനം ചില അപലപിക്കുന്ന വാക്കുകൾ പറഞ്ഞു. അതിൽ തന്നെ അദ്ദേഹം സ്പെസിഫിക്കായി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നേരത്തെ ഡൽഹി പെൺകുട്ടിയുടെ കാര്യത്തിൽ വളരെ സ്പെസിഫിക്കായി നിരന്തരം പ്രസംഗിക്കുകയും അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്ത ആളാണ് നരേന്ദ്രമോദി. പോട്ടെ, അദ്ദേഹം ഇവിടെ പക്ഷേ അതേക്കുറിച്ചൊരക്ഷരം വ്യക്തതയോടെ പറയുന്നില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സ്ത്രീകളടക്കമുള്ള നേതാക്കളുണ്ട്. അവർക്കാർക്കും ഇതിലൊരു നിരാശയും ഒരു സങ്കടവും പങ്കുവെക്കാനില്ല എന്നതോർക്കുക. ഇനിയിപ്പോൾ മതനേതാക്കൾ പോലും ഉണ്ടല്ലോ ഒരു ക്ഷേത്രത്തിനകത്ത് നടന്നിട്ടുള്ള കൊടും ക്രൂരത എന്ന നിലയിൽ ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത് ശരിയല്ലാത്ത പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതായി കാണുന്നില്ല. മൊത്തത്തിൽ നോക്കിയാൽ രാജ്യത്തൊരു വലിയ പ്രതിഷേധം ഡൽഹി സംഭവം പോലെ ഉയർന്നു വന്നിട്ടില്ല എന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. ഈ കാര്യത്തിൽ തള്ളിപ്പറയലുകൾ അല്ലെങ്കിൽ നിരാകരിക്കലുകൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ എല്ലാ തരത്തിലുള്ള ആളുകളിൽ നിന്നും? ശ്രീ നിഷാദ്, 3 കാര്യങ്ങളാണ്. ഒന്ന്, അതിശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വരണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു 8 വയസ്സുകാരിയായ കുട്ടി ഇത്തരമൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി എന്നുള്ളത് തികച്ചും അപലപനീയമാണ്. ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഒന്നാണ്. ഇതിനെതിരെ ഒരുപാട് പേർ ശ്രീ രവിശങ്കർ അടക്കം പ്രമുഖ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കളടക്കം അതിശക്തമായി വന്നിട്ടുണ്ട്. ഇത് കത്വ മാത്രമല്ല, ഉന്നാവോ ആണെങ്കിലും ബീഹാറിലെ പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കപ്പെടരുത് എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് തന്നെയാണ്. ഒരു വരി കൂടി നമ്മൾ ഇതിൽ ആർക്കണം. ആ FIR ഡീറ്റെയിലിൽ വായിക്കുമ്പോൾ നമുക്കൊരുതരം പേടി തോന്നുന്ന രീതിയിലാണ് ആ FIR എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ FIR-നുള്ളിലെ കണ്ടന്റ്സ് ഉള്ളത്. ജമ്മുവിലെ ചില അഡ്വക്കേറ്റ് സുഹൃത്തുക്കളോട് സംസാരിക്കുകയുണ്ടായി. അവർ അത് കാശ്മീരിൽ നിന്ന് ഒരു ബാക്ക്ലാഷ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പേടിയാണ് പ്രധാനമായി അവരെ നയിക്കുന്നത്. അതായത് കാശ്മീരിൽ നിന്ന് ഒരു കൗണ്ടർ റിയാക്ഷൻ ഉണ്ടാകുമോ, അറ്റാക്ക് ഉണ്ടാകുമോ. പക്ഷേ ഇതിനൊരു ഫിലോസോഫിക്കൽ പ്രിമൈസ് ഉണ്ട്. ഒരു 30 സെക്കൻഡ് എനിക്ക് തരണം, അത് ഞാൻ പറയാം. ഗാന്ധിജി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന RSSനെ 33 വർഷം നയിച്ച സർസംഘ് ചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കറിനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഗുരുജി ഗോൾവൽക്കറാണ് ഈ വിഷയം വളരെ ആഴത്തിൽ പറയുന്നത്. ഇന്ന് BJP അടക്കമുള്ള കക്ഷികൾ രാജ്യസ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയായി മുമ്പോട്ട് വെക്കുന്ന യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് 1972-73 കാലഘട്ടങ്ങളിൽ ഗുരുജി ഗോൾവൽക്കർ വളരെ വ്യക്തമായി പറയുകയും BJPയുടെ പിന്നീട് നാഷണൽ വൈസ് പ്രസിഡന്റായ മൽക്കാനിയുടെ RSS ഇൻസൈറ്റ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ സംഘത്തിന്റെ തന്നെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായ 33 വർഷം നയിച്ച ഗുരുജി ഗോൾവൽക്കറിന്റെ ഈ നിലപാടുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് BJPയുടെ വൈസ് പ്രസിഡന്റ്.
ശ്രീ ഗുരുജി ഗോൾവാൾക്കർ ആദ്യകാലത്തെ തീവ്ര നിലപാടുകളിൽ നിന്ന് മാറി GD സവർക്കർ, ഗണേഷ് ദാമോദർ സവർക്കർ എന്ന പോലെ ഹിന്ദു തീവ്ര അല്ലെങ്കിൽ തീവ്ര സ്വരക്കാർ എന്ന് വിളിക്കാൻ കഴിയുന്നവരുടെ നിലപാടിൽ നിന്ന് മാറി പറയുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ്. മുസ്ലിം ആൾക്കാർ 4 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവരിൽ നിന്ന് കുട്ടി ഉണ്ടാവുന്നു എന്ന തെറ്റിദ്ധാരണ കാരണം ഈ പോപ്പുലേഷൻ ഫിയർ ആണ് നമ്മുടെ കൂടെയുള്ള പലരെയും നയിക്കുന്നതെന്ന് RSSനെ 33 വർഷം നയിച്ച അവസാന ജീവിതത്തിൽ സന്യാസി തുല്യനായി മാറിയ ഗുരുജി ഗോൾവാൾക്കർ പറയുന്നു. FIR വായിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് അതാണ്. ബക്കർവൽ എന്ന് പറയുന്ന അവിടുത്തെ മുസ്ലിം സമുദായത്തെ അവിടെ നിന്ന് പുറത്താക്കാൻ ചില ആൾക്കാർ ചെയ്തിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയത്തെ ഒരു തർക്കമാക്കുകയല്ല, വളരെ വളരെ വസ്തുനിഷ്ഠാപരമായി ചർച്ച ചെയ്ത് ഈ അപ്രിഹെൻഷൻ ഇല്ലാതാക്കണം. പലപ്പോഴും ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിലെ ഒരു തീവ്ര സ്വരക്കാർ എന്ന് വിളിക്കാൻ കഴിയുന്ന ആൾക്കാർ ഈ ഇൻസെക്യൂരിറ്റികൾ മുതലെടുത്ത് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതിന് സംഘടനാപരമായോ മതപരമായോ മത നേതാക്കളുടെ ഒന്നും ബേസ് ഇല്ല. സംഘടനാപരമായ സംരക്ഷണം കിട്ടുന്നത് എങ്ങനെയാണ് രാഹുൽ? സംഘടനാപരമായ സംരക്ഷണം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. കിട്ടുന്നുണ്ടല്ലോ ഇവിടെ. നോക്കൂ അതിലെ പ്രതികളെ പുറത്തിറക്കാൻ, ആ പ്രതികൾക്കെതിരായ ചാർജ് ഷീറ്റ് തടയാൻ ആവശ്യമായ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ പ്രതിഷേധത്തിൽ ഹിന്ദുക്കളെ ഏകോപിപ്പിക്കാൻ തനി വർഗീയത പ്രസംഗിക്കുകയാണ് BJPയുടെ 2 മന്ത്രിമാർ. അവിടെയാണ് 2 കാര്യങ്ങൾ. അതിൽ ഒരു മന്ത്രി ഇന്ന് നിലപാട് മാറ്റിയെന്നും മുമ്പ് പറഞ്ഞത് തെറ്റായെന്നും മീനാക്ഷി ലേഖിയെ പോലുള്ളവർ മിസ്ലഡ് ആയെന്നും പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ, BJPയോ കാര്യങ്ങളോ മാറ്റിവെക്കാം. ഇത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സമൂഹത്തിന്റെ മനസ്സിൽ നിൽക്കുന്ന മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നമാണ്. അവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഈ ലാൻഡും പോപ്പുലേഷനും ഉള്ള തെറ്റിദ്ധാരണകളും ചില വിഭാഗങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും ഞാൻ കോട്ട് ചെയ്യുന്നതല്ല, രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല. 33 വർഷം സംഘടനയെ നയിച്ച മഹാബ്രാഹ്മണനായിരുന്ന ഏറ്റവും മികച്ച ഹിന്ദു ആയിരുന്ന ഗോൾവാൾക്കർ പറയുന്നത് ഈ തെറ്റിദ്ധാരണയാണ് ഞങ്ങളുടെ വിഭാഗത്തിലെ പലരെയും നയിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, പോപ്പുലർ ഫ്രണ്ടുകാർ പോലും പറയാത്തൊരു നിലപാടാണ് പറയുന്നത്. യൂണിഫോം സിവിൽ കോഡ് രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുമെന്നല്ല, ഇറ്റ് ഈസ് എ ഡെത്ത് നെൽ ടു നേഷൻസ്. ഈ രാജ്യത്തിന്റെ അവസാനത്തിലേക്കോ അന്തഛിദ്രത്തിലേക്കോ യൂണിഫോം സിവിൽ കോഡ് പോലുള്ള ഒരു കാര്യം കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ താത്വിക നിലപാടിൽ നിന്ന് ഹിന്ദു ജനവിഭാഗം എന്ത് താത്വിക നിലപാട് പറഞ്ഞു എന്നല്ലോ രാഹുൽ ഈശ്വർ. ആ വ്യക്തി വിഭാവനം ചെയ്ത രാഷ്ട്രീയ ധാരയെ പിൻപറ്റുന്നവർ ഈ രാജ്യത്ത് എന്തു നടപ്പിലാക്കുന്നു എന്നതാണ് പ്രധാനം. അദ്ദേഹം എന്തു പറഞ്ഞു എന്നതിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച. ഞാൻ നോക്കൂ, നിങ്ങൾ ഇവിടെ BJP നേതൃത്വം, ഇപ്പൊ പ്രധാനമന്ത്രിക്ക് പോലും ഈ കേസിൽ സ്പെസിഫിക് ആയി സംസാരിക്കാൻ താല്പര്യമില്ല, സമയബന്ധിതമായി മിണ്ടാൻ താല്പര്യമില്ല. ഇവിടെ BJPയുടെ ഒരു വനിതാ മന്ത്രിക്കും ഈ കാര്യത്തിൽ സംസാരിക്കാൻ, കണ്ണീർ പൊഴിക്കാൻ, പ്രസ്താവന നടത്താൻ താല്പര്യമില്ല. പരിപൂർണമായും പ്രതികളുടെ പക്ഷത്ത് നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു പോവുകയാണ് അവർ. 2 മന്ത്രിമാർ അവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഒരു മാതൃകാപരമായ സമീപനം സ്വീകരിക്കണ്ടേ? അവരുടെ രാജിക്കത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. പാർട്ടിക്കാണ് അത് ആദ്യം കിട്ടുന്നത്. അതിനുശേഷം അത് ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവരവിടെ പ്രശ്നം തണുപ്പിക്കാൻ പോയവരാണെന്ന പൊതുന്യായം. രാഷ്ട്രീയപരമായ ഉത്തരം പറയേണ്ടതാണ്. അല്ല താങ്കൾ, ഞാൻ ഒരു കാര്യം, ഞാൻ ഇതിന്റെ ആശയപരമായ തലമാണ് പറയുന്നത്. അത് വളരെ ആത്മാർത്ഥയോടെ 100% ആത്മാർത്ഥയോടെ പറയുന്നത്. BJPക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അവർ മറുപടി. താങ്കൾ RSSന്റെ നേതാക്കൾ ഇങ്ങനെ വിശാലമായ സമീപനം എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോ നേരത്തെ ചൂണ്ടിക്കാണിച്ച സവർക്കർ എഴുതിയതുണ്ടല്ലോ, വീർ സവർക്കർ എഴുതിയ പുസ്തകം, അതിൽ മുസ്ലിം നേതാക്കളെ കീഴ്പ്പെടുത്തുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാത്തത് തെറ്റായി പോയി എന്നെഴുതി വേണമെങ്കിൽ ബലാത്സംഗം ചെയ്യാമെന്ന അദൃശ്യ സന്ദേശം അണികൾക്ക് കൊടുത്ത നേതാക്കളുള്ള സംഘടനയാണ് RSS. അവരത് ചെയ്യും. വേണമെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്ത് BJPയുടെ നേതാക്കൾ, MLAമാർ, മന്ത്രിമാർ നടത്തിയ ബലാത്സംഗങ്ങളുടെ കണക്ക് താങ്കൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അല്ല, 2 കാര്യങ്ങൾ ശ്രീ ഗോപാൽ മേനോൻ പറഞ്ഞത് കേട്ടു. ശ്രീ വീര സവർക്കർ കൃത്യമായി അങ്ങനെ അല്ല പറഞ്ഞത്. അതായത് ശ്രീ ശിവജി അടക്കം ഒരു പ്രത്യേക മുസ്ലിം ജനറലിന്റെ ഡോട്ടർ ഇൻ ലോയെ തിരിച്ചയച്ചത് വേണ്ട രീതിയിൽ പോട്ടെ. പക്ഷേ ഹിന്ദു സ്പേസിൽ നിൽക്കുന്ന നിഷാദ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചർച്ചയിലൂടെ ജനങ്ങൾ തർക്കത്തിനല്ല പറയുന്നത്, മനസ്സിലാക്കേണ്ടത് ഹിന്ദു തീവ്രം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പക്ഷത്തിൽ ഉണ്ടാകുന്ന, ഒരിക്കലും സംഭവിച്ചുകൂടാത്ത, ഇന്ത്യൻ ബഹുസ്വരതയ്ക്ക് ചേരാത്ത, നമ്മുടെ മാതൃരാജ്യത്തിന് ചേരാത്ത ധാരകളാണ്. അവയെ തീർച്ചയായും ആശയപരമായി ഡിഫീറ്റ് ചെയ്യണം. അതിനൊന്നും ഒരു തർക്കവുമില്ല. ഗണേഷ് ദാമോദർ സവർക്കർ എന്ന ആദ്യകാലത്ത് ഹിന്ദു രാഷ്ട്ര മീമാംസ എഴുതിയ വ്യക്തി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുവാണെന്ന് എഴുതിയിരുന്നു. അത് ഗുരുജിയുടെ V എന്ന പുസ്തകത്തിൽ വരുന്നുണ്ട്. പക്ഷേ ആ പുസ്തകത്തെയൊക്കെ തള്ളിപ്പറയുകയും
RSSന്റെ ശാഖകളിൽ ഗാന്ധിജിയെ പ്രാതസ്മരണത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുകയും 2006 ഇന്ന് RSSന്റെ മുതിർന്ന ചിന്തകനായ രാകേഷ് സിൻഹയുടെ നേതൃത്വത്തിൽ വിയിലെ ഈ പാസേജുകൾ എക്സ്പെൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവൈലബിൾ ആണ്, ഒഫീഷ്യൽ ആയിട്ടുള്ള പത്രക്കട്ടിങ്ങളിൽ അവൈലബിൾ ആണ്. രാകേഷ് സിൻഹയോടൊക്കെ ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു വരി കൂടെ പറയുന്നത്, ഒറ്റ വരി കൂടി. കത്വയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പോലും മലപ്പുറത്തെക്കുറിച്ച് കള്ളം പറയുന്നതും, നമ്മുടെ നാട്ടിൽ മലപ്പുറം വേറൊരു രാജ്യമായി മാറുമെന്ന് പറഞ്ഞ് പേടി ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് എക്സാജറേറ്റ് ചെയ്ത ചില കണക്കുകൾ അവതരിപ്പിക്കുന്നതും, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മാറ്റി അവതരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം ഇതാണ്. അതിനെ ഡിബേറ്റ് ചെയ്ത് ഡിഫീറ്റ് ഉണ്ടായതിനു ശേഷം ഫേസ്ബുക്കിലടക്കം വലിയ തോതിൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പക്ഷെ കേരളത്തിലെ RSSകാരായ ചില ആളുകൾ അതിനോട് ഏറ്റവും മൃഗീയമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അവളെ ഇപ്പോൾ കൊന്നുകളഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഭാവിയിൽ അവൾ മനുഷ്യബോംബായി വന്നേനെ എന്നും മറ്റുമൊക്കെ എഴുതി. അതിലൊരാളെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പുറത്താക്കി. സർക്കാർ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അയാൾ സജീവ RSS പ്രവർത്തകനാണ് എന്ന് അയാളുടെ ചരിത്രവും അയാളുടെ ഇപ്പോഴത്തെ സാഹചര്യവും പരിശോധിച്ചാൽ മനസ്സിലാവും. RSS അയാൾക്കെതിരെ ഒരക്ഷരം ഇവിടെ മിണ്ടിയിട്ടില്ല. RSS അയാൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. BJP നേതാക്കൾ ആരെങ്കിലും മിണ്ടിയിട്ടില്ല. സംഘപരിവാരത്തിൽ ഏതെങ്കിലും ഒരു സംഘടന അയാളെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. ആ സ്വഭാവമുള്ള കമൻറ്റ് ചെയ്ത ഒരാളെയും തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞ നിലപാടിനെ പരിപൂർണമായും പിന്താങ്ങുന്നു ഇവിടുത്തെ സംഘപരിവാരം എന്ന് മനസ്സിലാക്കട്ടെ. അല്ല, ഇപ്പം നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അതിന് തൊട്ടുപുറകെ കൊടുത്തിട്ടുണ്ട്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തെറ്റായ കോണ്ടക്സ്റ്റിൽ ഉദ്ധരിച്ചതാണെന്നും അതിനെ തെറ്റായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്നുമൊക്കെ ആണ് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ആളുടെ വിശദീകരണം വളരെ വ്യക്തമായിട്ട് വന്നത്. അത് വിഷ്ണു ദത്ത എന്നൊരാളാണ് വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഈ വിഷ്ണു നന്ദകുമാർ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല. അദ്ദേഹം ഫേസ്ബുക്ക് പൂട്ടിപ്പോയതാണ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട RSS നേതാവിന്റെ മകനുമാണ്. അല്ല, ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി കമൻറ്റുകൾ വരാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി പേര്, ഇപ്പം ഞാൻ പറയില്ല, മധുവിനെ കൊന്നത് ശരിയായി എന്നും പറഞ്ഞിട്ട് ഒരു മുസ്ലിമിൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ. ശ്രീജിത്തിനെ കൊന്നത് ശരിയായെന്നും പറഞ്ഞിട്ടൊരു മുസ്ലിം പോപ്പുലർ ഫണ്ടുകാരൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ, ശ്രീജിത്തിനെ കൊന്നത് ആഘോഷിച്ചുകൊണ്ട്. ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉത്തരവാദിത്വത്തോടെ ഇല്ലാതെയോ ഒക്കെ ഒരുപാട് പേര് നിരുത്തരവാദപരമായിട്ടുള്ള ഇവിടെ ഒരു സെക്കൻഡ് നിഷാദെ ഞാൻ പറഞ്ഞോട്ടെ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിൽ വിഷ്ണു നന്ദകുമാർ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ വന്നിട്ട് ആ പെൺകുട്ടിയെ കൊന്നത് നന്നായി എന്ന് പറഞ്ഞ നരാധവനെ നിങ്ങൾ പുറത്താക്കുമോ ഇല്ലയോ? അത് തെറ്റായിട്ടുള്ള കോണ്ടക്സ്റ്റിലാണ് എന്നും, കോണ്ടക്സ്റ്റിന്റെ പ്രശ്നമല്ല, അയാളുടെ വാചകം വളരെ ക്ലിയർ ആണ്. RV ബാബു വളരെ ക്ലിയർ ആണ്. നിങ്ങൾ അയാളെ പുറത്താക്കുമോ എന്നതാണ് സിമ്പിളായ ചോദ്യം. നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? എന്റെ മുമ്പിൽ അയാൾ എഴുതിയ വാചകമുണ്ട്. ആ 8 വയസ്സുള്ള പെൺകുട്ടിയെ കൊന്നത് നന്നായി എന്നെഴുതിയ നരാധമനെ RSS പുറത്താക്കുമോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, ഇതിനേക്കാൾ രൂക്ഷമായ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി തവണ പല സന്ദർഭങ്ങളിലും പലരെ കുറിച്ച് വന്നിട്ടുണ്ടല്ലോ. അതല്ലല്ലോ ഇവിടെ ചർച്ചാ വിഷയം. ഡൽഹിയിലെ പെൺകുട്ടിയെ ഓർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പോകണമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ അനുയായിയാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഡൽഹിയിലെ പെൺകുട്ടിയെ ഓർത്തുകൊണ്ടേ നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാവൂ എന്ന് 2013 അംബേദ്കർ സ്റ്റേഡിയത്തിൽ ദില്ലിയിൽ പ്രസംഗിച്ച നരേന്ദ്രമോദിയുടെ അനുയായിയായ വിഷ്ണു നന്ദകുമാർ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട RSS നേതാക്കളുടെ മക്കളിലൊരാൾ എഴുതി വച്ചിരിക്കുന്നു, ആ കുരുന്ന് പെൺകുട്ടിയെ അമ്പലത്തിൽ മൃഗീയമായി റേപ്പ് ചെയ്തു കൊന്നത് ശരിയായി എന്ന്. അയാളെ RSS വെച്ചുകൊണ്ടിരിക്കുമോ? അല്ല, ആ കുട്ടിയുടെ പേര് വിഷ്ണു നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടോ? ഈ സംഭവത്തെ പരാമർശിക്കുന്നുണ്ടോ? ആ സംഭവത്തെ പരാമർശിച്ചു തന്നെയാണ്. അതുകൊണ്ടാണ് പോലീസ് അത് പരിശോധിച്ച് കേസെടുത്തത്. അതുകൊണ്ടാണ് അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെ പുറത്താക്കിയത്. പേരില്ല ആ കുട്ടി. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അത് നിങ്ങളുടെ വ്യാഖ്യാനം. അത് അവരോട് ചോദിക്കണം, ബാങ്കുകാരോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പിന്നെ അവളെ കൊന്നത് നന്നായി, അവൾ ഭാവിയിൽ അല്ലെങ്കിൽ മനുഷ്യ ബോംബായി വന്നേനെ എന്ന് അയാൾ എഴുതിയത് ആരെ കുറിച്ചാണ്? എന്താണ് അയാളുടെ വിശദീകരണം? അതെനിക്ക് കേട്ടാക്കൊള്ളാം. അല്ല, അയാൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ടല്ലോ, വിശദമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളെ നീതീകരിക്കപ്പെടുന്ന ന്യായം പറയൂ RV ബാബു. അവളെ കൊന്നത് നന്നായി, ഇല്ലെങ്കിൽ ഭാവിയിൽ അവൾ ബോംബായി വന്നേനെ എന്ന് ആരെക്കുറിച്ച് പറയാം? കത്തുവയിലെ കുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ച് ഒരു RSSകാരൻ പറയാൻ പറഞ്ഞല്ലോ. വിഷ്ണു നന്ദകുമാർ
ഒരു സെക്കൻഡ്, വിഷ്ണു നന്ദകുമാറിന്റെ വിശദീകരണം കൃത്യമായിട്ട് അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ വിശദീകരണം? വിഷ്ണു ദത്ത് എന്ന് പറയുന്ന ഒരാളുടെ വിശദീകരണം വന്നിട്ടുണ്ട്, ഒരു വീഡിയോ സന്ദേശം. ഇയാളെ അന്വേഷിച്ചിട്ട് പോലീസിനെ കണ്ടെത്താൻ കൂടി കഴിഞ്ഞിട്ടില്ല ഈ നന്ദകുമാറിന്റെ മകനെ. ഇപ്പോ നിഷാദെ, ഹലോ, പറയൂ പറയൂ പറയൂ. ഞാനൊരു കാര്യം കൂടി വ്യക്തത വരുത്തി പോകാം, സമയം പോകുന്നു. നിങ്ങളയാളെ പുറത്താക്കില്ല, പറഞ്ഞോട്ടെ, നിങ്ങളയാളെ പുറത്താക്കില്ല. അല്ല, എന്തിനു പുറത്താക്കണം? എന്തിനു പുറത്താക്കണം? അങ്ങനെയാണെങ്കിൽ ധാരണയുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ നടക്കുന്ന പോകുന്നില്ല. നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പരിവേഷത്തിനകത്താണ് ലോകം. ഈ നാടാകെ ആ മനുഷ്യനെതിരാണ്. ഈ നാടാകെ ആ മനുഷ്യനെതിരാണ്. ഈ നാടാകെ ആ മനുഷ്യനെതിരാണ്. അതിൽ കുറെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ നാട്ടിൽ മനുഷ്യ സ്നേഹികളായ മുഴുവൻ പേരും അയാൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്, അയാൾക്കെതിരെ കേസെടുത്തത്. കുപ്രചരണത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. ചർച്ചയുടെ രീതിയിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് എന്താ? പറയൂ താങ്കൾ. ഒരു കാര്യം ഞാൻ പറയാൻ ഇവിടെ രാഹുൽ ഈശ്വർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും RSSനെ സംബന്ധിച്ചോളം ശരിയായ കാര്യമല്ല. ഗുരുജി ഗോൾവൽക്കറെ അദ്ദേഹം തെറ്റായ കോണ്ടക്സ്റ്റിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഗുരുജി ഗോൾവൽക്കർ യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് പറഞ്ഞത് ദേശീയോദ്ഗ്രഥനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ദേശീയോദ്ഗ്രഥനം എന്നുള്ള വിഷയം യൂണിഫോം സിവിൽ കോഡിലൂടെ ഉണ്ടാകുമെന്നുള്ള ധാരണ അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗോപാൽ മേനോൻ, താങ്കൾ പറയൂ. ഇത് ഒന്നാമത്തെ കാര്യം, ഇവിടെ ഞങ്ങൾക്ക് പ്രതികളെ സംരക്ഷിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയും ഈ മലിനമായ കമന്റ് ഇട്ട നരാധമനെ സംരക്ഷിക്കുകയും ചെയ്യുക. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ പ്രതികൾക്കൊപ്പമല്ല, ഞങ്ങൾ പെൺകുഞ്ഞിനൊപ്പമാണെന്ന്. അതെ നിഷാദ്, ഈ RSSന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി കൃത്യമായിട്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് 2 ദിവസത്തിനുള്ളിൽ 2000 മുസ്ലിങ്ങളെ കൊന്നതും എത്രയോ കൗസർ ബിൽക്കിസ് ബാനു തുടങ്ങിയ റേപ്പുകൾ നടക്കുകയും ഒരു സ്ത്രീയുടെ നിറഞ്ഞ വയറിൽ, ആ ഫോട്ടോ ഞാൻ എൻ്റെ ഫിലിം ഹേറാമിന് യൂസ് ചെയ്തിട്ടുണ്ട്, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് കുത്തിക്കീറി ആ ഫീറ്റസിനെ പുറത്തെടുത്ത് ജയ് ശ്രീരാം എന്ന് വിളിച്ച് തീയിലിട്ടത്. ഇവരുടെ രാഷ്ട്രീയം വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. അങ്ങനെ ഒരു സ്ത്രീയെ ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുരുങ്ങിയ വാചകങ്ങളിലാണ് വൈകിയ വേളയിലെങ്കിലും ഇതിനെ അപലപിച്ചത്. അതിന് അദ്ദേഹം എവിടെയും തൊടാതെയുള്ള ചില വാചകങ്ങൾ ഉപയോഗിച്ചു. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും സർക്കാരിലെ പ്രമുഖരോ BJPയിലെ പ്രമുഖരോ ഇതിനെ അപലപിക്കുന്ന നില ഇനിയും സ്വീകരിച്ചിട്ടില്ല താനും. BJP 2 മന്ത്രിമാരെ സംരക്ഷിക്കുന്ന സമീപനം എടുക്കുന്നുവെന്ന് ഇന്ന് റാം മാധവിന്റെ ഈ പരാമർശത്തിലൂടെ മനസ്സിലാവുകയാണ്. കാരണം അവിടെ സംയമനത്തിനും സമാധാനത്തിനും പോയവരാണ് ഈ 2 പേർ എന്ന നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നു റാം മാധവ്. അവരവിടെ പ്രസംഗിച്ചത് എന്താണ്, അവരോട് വിളിച്ച മുദ്രാവാക്യം എന്താണ് എന്ന് ഈ നാടിന് മുഴുവൻ അറിയാം. അപ്പോൾ എത്ര പ്രതിഷേധമുണ്ടായാലും, എത്ര മെഴുകുതിരി നാളങ്ങൾ തെളിഞ്ഞാലും, ഏത് UN പറഞ്ഞാലും ഇവരെ സംരക്ഷിക്കും, അത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന നയമാണ് എടുക്കുന്നത് RSSും BJPയും സർക്കാരും എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ സമ്മർദ്ദങ്ങളുടെ ഫലം എന്താണ്? ഷാനിമോൾ ഉസ്മാൻ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം വളരെ വേദനയോടുകൂടി പറയട്ടെ. ഞാൻ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. കാരണം ഞാനിവിടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും വിലയിരുത്തുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഈ ചർച്ചയിൽ വന്നതും. ഇന്നിന്റെ രാഷ്ട്രീയം, ഐക്യരാഷ്ട്രസഭയടക്കം ഇടപെടുന്ന ആനുകാലിക ഇന്ത്യയിലെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന, കുടുംബങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്നതാണ്. പക്ഷെ ഇവിടെ കേൾക്കുന്നത് എന്താണ്? രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഞാൻ മുസ്ലിമിന് വേണ്ടി, ഞാൻ ഹിന്ദുവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ വർഗീയതയുടെ വക്താക്കളായിട്ട് സത്യത്തിൽ ഈ ചാനലുകളിൽ നിന്ന് ചർച്ച ചെയ്യുന്ന കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഒരു കൊച്ചു പെൺകുഞ്ഞ്, ഇവിടെ ശ്രീ ദേവരാജൻ പറഞ്ഞതുപോലെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പെൺകുഞ്ഞിനെ രാജീവ് ഗാന്ധിയോട് പറയണം, ഡൽഹിയിൽ ഗുലാം നബി ആസാദ് ഒരുമിച്ച് അല്ല, ഇതിനകത്ത് നിഷാദാണ് പറയേണ്ടത് ആരുടെയാണ് സമയമെന്ന്. ഞാൻ വേറെ ആരുടെ സമയത്തിൽ കയറി ഇടപെട്ടിട്ടൊന്നുമില്ല. അപ്പൊ
അപ്പൊ ഇതുപോലെ വന്ന് സത്യത്തിൽ പറയുമ്പോൾ പോലീസുകാർ മുസ്ലിമായി പോയി, പോലീസുകാർ ഹിന്ദുക്കളായിപ്പോയി, ജഡ്ജി ഹിന്ദുവായി, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? സത്യത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ ഇത്രയേറെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കാര്യത്തിലൊന്ന് അപലപിക്കാൻ കഴിയാതെ ശക്തമായ പോസ്റ്റ് ഇട്ട ആളുകൾ എന്താ പറഞ്ഞത് അവരുടെ പോസ്റ്റിൽ? ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളൊക്കെ ഇത് വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കുട്ടിയുടെ വളർത്തച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ മകൾക്ക് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വേർതിരിവറിയില്ല, ഇടത്തെ കൈ വലത്തെ കൈ എന്ന് പറയാൻ അറിയില്ല, അങ്ങനെ കാലും കൈയും പോലും തിരിച്ചു പറയാൻ അറിയില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിന്റെ കാര്യം പറയുന്നത്. ഉന്നാവയിലുണ്ടായ സംഭവത്തിൽ അവിടുത്തെ ആ പെൺകുട്ടി പറഞ്ഞൊരു വാചകമുണ്ട്, അതും കൂടെ കേൾക്കണം ഈ മഹാന്മാരൊക്കെ. എന്താണ് ആ കുട്ടി പറഞ്ഞത്? 2016 ജൂൺ മാസത്തിലുണ്ടായ ഒരു പ്രശ്നമാണ്. ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, എനിക്കുണ്ടായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞാനങ്ങ് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു, എൻ്റെ അച്ഛനെയെങ്കിലും എനിക്ക് ജീവനോടെ കിട്ടിയേനെ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് രാജ്യത്ത് അപകടകരമായ രീതിയിൽ സ്ത്രീ സുരക്ഷ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയപരിമിതി കൊണ്ട് ഞാൻ ജി ദേവരാജൻ, നമുക്കറിയാം ഡൽഹി സംഭവത്തിൽ രാജ്യമാകെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സമ്മർദ്ദത്തിലാക്കുന്ന വലിയ പ്രതിഷേധമുയർന്നു വന്നു. ഈ സംഭവത്തിൽ നാടോടികളായ ചില ആളുകൾ ഉണ്ടായ ദുരനുഭവമാണ്. അതിലൊരു പെൺകുട്ടി മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട സംഭവമാണ്. ഇത് വിശിഷ്യ ഇതൊരു മുസ്ലിം കേസുമാണ് എന്നതറിയാം, അത് പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. രാജ്യത്ത് വിപുലമായ സർക്കാരിനെ ആകെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നില്ല എന്ന നിരാശ താങ്കൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ന്യായീകരിക്കാനും കുറേ ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ അതിശക്തമായ ഒരു പ്രക്ഷോഭം രാജ്യവ്യാപകമായി ഉയർന്നു വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ അപകടം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇന്നിപ്പോൾ ഡൽഹിയിൽ കേട്ട ഒരു വാർത്ത, അത് വരും ദിവസങ്ങളിൽ ശരിയാകാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. അതായത് ഈ വരുന്ന ഏപ്രിൽ 19 മുതൽ ജൂലൈ 18 വരെ ഡൽഹിയിൽ ദേശീയ സുരക്ഷാ നിയമം ഇമ്പോസ് ചെയ്യാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നതാണ്. NSA എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇമ്പോസ് ചെയ്യുമ്പോൾ ഇവിടെ ആരെ വേണമെങ്കിലും കരുതൽ തടങ്കലിൽ വയ്ക്കാൻ കഴിയുന്ന നിയമം, അതീവ വളരെ ഡ്രക്കോണിയൻ എന്ന് പറയാവുന്ന 1980 ആ നിയമം ഇമ്പോസ് ചെയ്യുവാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ശുപാർശയോടുകൂടി ഡൽഹിയിൽ NSA ഇമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏപ്രിൽ 19 മുതൽ ജൂലൈ 18 വരെ. നമ്മുടെ രാജ്യത്തുയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ, ഈ ജനകീയ പ്രക്ഷോഭങ്ങളെ, പലതിൻ്റെയും പേരിൽ ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടേ നമുക്കിതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ മെഴുകുതിരി പ്രദർശനം വന്ന സമയത്ത് ആ അർദ്ധരാത്രിയിൽ ഞാനവിടെ ഓടിയെത്തിയിരുന്നു. രാഹുൽ ഗാന്ധി വന്നു എന്നുള്ളത് കൊണ്ടല്ല, നിർഭയ സംഭവത്തിൽ ആ സമരത്തിൻ്റെ സമയത്ത് അതിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ അർത്ഥത്തിൽ ഈ രാജ്യം മുഴുവൻ ഈ പിഞ്ചു കുഞ്ഞിനു വേണ്ടി ഓടിയെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ ഓടിയെത്തിയത്. ഞങ്ങൾ കണ്ടത് അവിടെ കൂടിയ ആളുകളെക്കാളും 3 ഇരട്ടിയിലധികം ഡൽഹി പോലീസ് ആ അർദ്ധരാത്രിയിൽ ആ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനും അതുപോലെ തന്നെ ഇങ്ങേയറ്റ മെറേൽ ഭവൻ വരെയുള്ള സ്ഥലം വരെ പോലീസ് ഉണ്ടായിരുന്നു. അവിടെ ആരെയും അവർ നിൽക്കാൻ പോലും സമ്മതിച്ചില്ല. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ മുഴുവൻ ആളുകളാണ്. എനിക്ക് സമയപ്രശ്നമുണ്ട്, ദയവായി ഞാൻ ഇടപെടുകയാണ്, താങ്കൾ ക്ഷമിക്കണം. ജി ദേവരാജൻ, ഈ കേസിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തതിൽ ഒട്ടും ഖേദം സംഘപരിവാറിനോ അദ്ദേഹം പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. റാം മാധവന്റെ അടക്കമുള്ള വിശദീകരണം അതാണ് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, സംസ്ഥാനത്ത് നമ്മുടെ കൺമുമ്പിൽ അറയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രവർത്തകരെ പോലും പുറത്താക്കാൻ സംഘപരിവാറും RSSും തയ്യാറല്ല. അവരെ സംരക്ഷിച്ചുകൊണ്ടും അവരെ ന്യായീകരിച്ചുകൊണ്ടും അവർക്ക് കവചമൊരുക്കിക്കൊണ്ടും മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനമെന്നും ഈ ചർച്ചയിലൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. സമയപ്രശ്നം കൊണ്ട് എല്ലാവരിലേക്കും എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.